അംബിക ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം. എന്താണ് ദൈവസ്നേഹം, അല്ലെങ്കിൽ ദൈവസ്നേഹം കൊണ്ട് എന്താണ് അർത്ഥമാക്കുന്നത്? സ്നേഹത്തെപ്പറ്റി ബൈബിൾ വിവരിക്കുന്നത് ദൈവം സ്നേഹത്തിൻ്റെ ഉറവയാണ് എന്നാണ്. സ്നേഹം ദീർഘമായി ക്ഷമിക്കുകയും ദയ കാണിക്കുകയും ചെയ്യും. സ്നേഹം സ്പർദ്ധിക്കുന്നില്ല, നിഗളിക്കുന്നില്ല, ചീർക്കുന്നില്ല, അയോഗ്യമായി നടക്കുന്നില്ല, സ്വാർത്ഥം അന്വേഷിക്കുന്നില്ല, ദേഷ്യപ്പെടുന്നില്ല, ദോഷം കണക്കിടുന്നില്ല, അനീതിയിൽ സന്തോഷിക്കാതെ സത്യത്തിൽ സന്തോഷിക്കുന്നു, എല്ലാം പൊറുക്കുന്നു, എല്ലാം വിശ്വസിക്കുന്നു, എല്ലാം പ്രത്യാശിക്കുന്നു, എല്ലാം സഹിക്കുന്നു. സ്നേഹം ഒരു നാളും ഉതിർന്നു പോകുകയില്ല. 1 കൊരിന്ത്യർ 13:4-8 വരെ. ഇതാണ് സ്നേഹത്തെപ്പറ്റി ദൈവം പറഞ്ഞിരിക്കുന്നത്. ദൈവം സ്നേഹമായതുകൊണ്ട് ഇതുതന്നെയാണ് ദൈവത്തിൻ്റെ സ്വഭാവവും. ദൈവം ആരുടെ മേലും സമ്മർദ്ദം ചെലുത്തുന്നില്ല. അവൻ്റെ അടുക്കൽ വരുന്നവൻ സ്നേഹത്തിൻ്റെ പ്രതികരണമായി അവനെ സ്നേഹിക്കണമെന്ന് അവൻ ആഗ്രഹിക്കുന്നു. ദൈവം എല്ലാവരോടും ദയ കാണിക്കുന്നു. യേശുക്രിസ്തു മുഖവശമില്ലാതെ എല്ലാവർക്കും ഒരുപോലെ നന്മ ചെയ്യുന്നവനായി കാണപ്പെടുന്നു. യേശുക്രിസ്തുവിനെ ഭൂമിയിലായിരുന്നപ്പോൾ ആരെ വേണമെങ്കിലും തൻ്റെ സ്വാധീനതയിൽ കൊണ്ടുവരുവാൻ കഴിയാമായിരുന്നിട്ടും അവൻ്റെ ആളത്വത്തിൻ്റെ മഹത്വം വെളിപ്പെടുത്താതെ വെറും സാധാരണക്കാരനായി അവൻ ജനിച്ചു. ദൈവം അനുസരണം അവകാശപ്പെടുന്നില്ല. പിതാവാം ദൈവം ഒരിക്കൽ തന്നെ അനുസരിക്കുവാൻ പുത്രനോട് ആവശ്യപ്പെട്ടിരുന്നില്ല. മറിച്ച് യേശു പൂർണ്ണ മനസ്സോടെ സ്വർഗസ്ഥനായ തൻ്റെ പിതാവിനെ അനുസരിക്കുകയായിരുന്നു. ഞാൻ പിതാവിനെ സ്നേഹിക്കുന്നുവെന്നും പിതാവ് തന്നോട് കൽപ്പിച്ചതുപോലെ ഞാൻ ചെയ്യുന്നുവെന്നും ലോകം അറിയട്ടെ. യോഹന്നാൻ 14:31. യേശുക്രിസ്തു എപ്പോഴും മറ്റുള്ളവരുടെ താല്പര്യങ്ങൾക്ക് മുൻതൂക്കം കൊടുത്താണ് ജീവിച്ചത്. ദൈവസ്നേഹത്തിൻ്റെ ഏറ്റവും പ്രത്യക്ഷമായ ആവിഷ്കരണം യോഹന്നാൻ 3:16 കാണുന്നതാണ്. തൻ്റെ ഏകജാതനായ പുത്രനിൽ വിശ്വസിക്കുന്ന ഏവരും നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കേണ്ടതിന് ദൈവം അവനെ നൽകുവാൻ തക്കവണ്ണം ലോകത്തെ സ്നേഹിച്ചു. റോമർ 5:8 ഇതേ സന്ദേശം കാണുവാനായി കഴിയും. ക്രിസ്തുവോ നാം പാപികളായിരുന്നപ്പോൾ തന്നെ നമുക്ക് വേണ്ടി മരിക്കയാൽ ദൈവം തനിക്ക് നമ്മോടുള്ള സ്നേഹത്തെ പ്രദർശിപ്പിക്കുന്നു. തൻ്റെ നിത്യഭവനത്തിൽ അഥവാ സ്വർഗത്തിൽ നാം തന്നോടുകൂടെ ആയിരിക്കണമെന്ന ദൈവത്തിൻ്റെ വലിയ ആഗ്രഹം ഈ വാക്കുകളിൽ നമുക്ക് കാണുവാൻ കഴിയാവുന്നതാണ്. നമ്മുടെ പാപങ്ങൾക്ക് ഒരു നിവൃത്തി വരുത്തിയാണ് അവൻ അത് സാധിപ്പിച്ചത്. അവൻ നമ്മെ സ്നേഹിക്കുന്നതിൻ്റെ കാരണം അങ്ങനെ ചെയ്യുവാൻ അവൻ തീരുമാനിച്ചതുകൊണ്ട് മാത്രമാണ്. സ്നേഹം ക്ഷമിക്കുന്നു. നമ്മുടെ പാപങ്ങളെ ഏറ്റുപറയുന്നുവെങ്കിൽ അവൻ നമ്മുടെ പാപങ്ങളെ ക്ഷമിച്ച് സകല അനീതിയും പോക്കി നമ്മെ ശുദ്ധീകരിപ്പാൻ തക്കോണം വിശ്വസ്തനും നീതിമാനുമാകുന്നു. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം.